ഇതെന്താ ആരും എത്തിയിട്ടില്ലല്ലോ. ആ, ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് മീറ്റിംഗ് തുടങ്ങാന്നേ. ഇതാണ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി. ഇവരെ പ്രത്യേകിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അമ്മിണി എന്നൊക്കെ എന്നെ ആൾക്കാർ കളിയാക്കി വിളിക്കുന്ന പേരാണ്. എൻ്റെ ശരിക്കുള്ള പേര് പുഷ്പവലീന. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരു പ്രത്യേകിച്ച കാര്യം പറയാനാ. അത് നമ്മുടെ സെക്രട്ടറി പറയും. അത് വേണ്ട, അത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. നമ്മുടെ ഈ അസോസിയേഷനിലെ എല്ലാ ചെറുപ്പക്കാരുടെ കയ്യിലും മൊബൈലുണ്ട്. വയസ്സന്മാരുടെ കയ്യിൽ ആരുടെ കയ്യിലും മൊബൈലുണ്ട്. ഞാനും സെക്രട്ടറിയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ അസോസിയേഷന്റെ പേരിൽ എല്ലാ വയസ്സായ ആൾക്കാർക്കും ഓരോ മൊബൈൽ കൊടുക്കാം. അത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കൈയടിച്ച് പാസ്സാക്കണം. എനിക്കൊരു സജഷൻ പറയാണ്ട്, ഇങ്ങനെ വയസ്സായ എല്ലാവർക്കും മൊബൈൽ മേടിച്ചു കൊടുത്ത് അവസാനം അസോസിയേഷൻ അതൊരു പണിയാവോ? നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് മാത്രം മതിയോ? ഞങ്ങൾക്കും ഒന്ന് അപ്ഡേറ്റ് ആവണ്ടേ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ തീരുമാനിച്ചു, യോഗം പിരിച്ചുവിടാം. അല്ല കിട്ടുണ്ണേട്ടാ, ചായയും പരിപ്പോടെ ഒന്നും ഇല്ലേ? ഇവിടെ പാലും പഞ്ചസാരയും ഒന്നുമില്ല. നിങ്ങൾ പോണ വഴിക്കാ കൊച്ചുണ്ണിയേട്ടൻ്റെ കടയിൽ നിന്ന് കഴിച്ചോ, അവിടെ എനിക്ക് പറ്റുന്നുണ്ട്. കൊച്ചുണ്ണി ഒരു സ്ട്രോങ് ചായ എടുക്കും. ആ, കിട്ടുണ്ണേട്ടനോ ചായ എപ്പം ഉണ്ടാക്കി തരാം. ഷുഗർ കൂടുതൽ വേണോ? പഞ്ചാര കൂടിയാലും കുഴപ്പമില്ല, പാലൊട്ടും മുറക്കരുതില്ല. ആ, നല്ലോണം ആറ്റിക്കോ. ഒന്ന് അടിപൊളിയാവട്ടെ. നമ്പൂരിമുക്കില് നമ്പൂരിനെയും മറ്റുള്ള ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. എല്ലാവരും വരാനാവണല്ലോ. ഞങ്ങളെ അസോസിയേഷനിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടാ. എല്ലാ വയസ്സന്മാർക്കും ഒരേ മൊബൈൽ കൊടുക്കാന്ന് വെച്ചു. എനിക്കും കിട്ടുമോ? അതെ, എല്ലാവർക്കും കിട്ടും. നമ്മളെ കിട്ടുണ്ണി പ്രസിഡന്റും നമ്പൂരി സെക്രട്ടറിയും കൂടിയിട്ട് മൊബൈലൊക്കെ തരണ്ട്. അതിൽ എത്ര അടിച്ചു മാറ്റി? കൊച്ചുണ്ണി, നീ അതും ഇതും വിളിച്ചു പറയാണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ചേ അടിച്ചു മാറ്റിയിട്ടുള്ളൂ. ഉവ്വേ, നിങ്ങളെ എനിക്ക് അറിഞ്ഞൂടെ? കൊച്ചുണ്ണി, നമ്മളെ നമ്പൂരിമുക്കിലെ നമ്പൂരി എണീറ്റ് വന്നല്ലോ. ആ, നമ്പൂരി എണീറ്റോ? നമ്പൂരി, നമ്മളെ മൊബൈലൊക്കെ നാളെ എത്തൂട്ടാ. അതാ ബാബുട്ടിനെ ഏൽപ്പിക്കണം എല്ലാ വീട്ടിലും കൊടുക്കാൻ. അതൊക്കെ ഞാൻ ഏറ്റുകൂട്ടാ. കിട്ടുണ്ണിയേട്ടാ, മൊബൈലൊക്കെ എത്തിയോ? ഞങ്ങൾക്കൊന്നും ഇല്ലേ? ഇപ്പൊ പറഞ്ഞിട്ടല്ലോ ബാബുട്ടിന്റെ കാര്യം. അപ്പോഴേക്കും ബാബുട്ടിന്റെ ഭാര്യ എത്തി. ഓ, അപ്പൊ ഞങ്ങൾക്കൊക്കെ നല്ല ആയുസ് ഉണ്ടാവൂലേ? നിങ്ങൾ വീട്ടിൽ കൊണ്ടാലും നിങ്ങൾ ചാവില്ല. അല്ല, ബാബുട്ടിനോട് എന്തെങ്കിലും പറയാണ്ടോ? ബാബുട്ടിനോട് ആ മൊബൈൽ എല്ലാ വീട്ടിലും എത്തിക്കാമെന്ന് പറയണം. കിട്ടുന്നേട്ടൻ പ്രത്യേകം പറഞ്ഞെന്ന് പറയണം. നമ്മളെ സെക്രട്ടറി സുന്ദരനായിട്ടാണ് വരുന്നത്. ഞാൻ പണ്ട് മുതലേ സുന്ദരനാണ് പ്രസിഡന്റ്. കൊച്ചിനേട്ട ഒരു സ്ട്രോങ് ചായ ഇപ്പൊ ഉണ്ടാക്കി തരാട്ടോ. കുറച്ച് മതി കേട്ടോ. പഞ്ചാര കുറച്ച് മതിയോ? എനിക്ക് ഷുഗറൊന്നുമില്ല. പഞ്ചാര നല്ലോണം ആവാം, പാലും നല്ലോണം ആവാം, വെള്ളം കുറച്ച് മതി. ആ പ്രസിഡന്റെ, ഇയാൾക്ക് 10 ഉറുപ്പിക്കൊന്നും ചായ കൊടുത്താൽ മുതലാവില്ല. 100 ഉറുപ്പിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. പ്രസിഡന്റെ, ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനേ നമുക്കൊരു മീറ്റിംഗ് വെക്കണം. അത് നമുക്ക് ശരിയാക്കാം. ആ, എന്നാ ശരി മോളെ. കിട്ടുണ്ണേട്ടോ, പോവാൻ പറ്റേ? ആ ചായയുടെ കാശ് എന്നിട്ട് പോ. കൊച്ചുണ്ണിക്ക് ഞാൻ എത്ര തരാള്? കിട്ടുണ്ണേട്ടാ, നിങ്ങളെ പറ്റ് ബുക്ക് ഇവിടെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ വായിച്ചു കേൾപ്പിക്കാം. അസോസിയേഷന്റെ ഇതില് 8300. നിങ്ങൾ സ്വന്തം പറ്റില് 4600. ഇത് എപ്പ കിട്ടും? എനിക്ക് കിട്ടുമോ? പൈസ ഒരു പൈസ പോയില്ല, എല്ലാം കിട്ടും. എന്റെ പറ്റുബുക്ക് അവിടെ ഇരിക്കില്ലേ? നിങ്ങൾ ഒരു കൊണ്ടും ഭയപ്പെടണ്ട. എന്റെ കൊച്ചുണ്ണിയേട്ടാ, നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? നിങ്ങളുടെ പൈസ ഒന്നും കിട്ടാൻ പോണില്ല. നമ്മുടെ കിട്ടുണ്ണിയേട്ടനല്ല ആള് പറ്റിക്കും നിങ്ങളെ. നമ്പൂരിയുടെ ചായയുടെ 10 രൂപ കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, അത് എന്റെ പോക്കറ്റിലിരിക്കട്ടെ. എന്റെ ചായയുടെ പൈസ ആ പ്രസിഡന്റിന്റെ പറ്റിലേത്. ഓ, പ്രസിഡന്റിന് പറ്റിയ സെക്രട്ടറി തന്നെ. ഈ നിലയ്ക്ക് എവിടെ എത്തും? എന്റെ കള പൂട്ടേണ്ടി വരും. അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ. നിന്റെ ഭാര്യയല്ലേ പൊട്ടാമസ് എന്ന് വിളിച്ചു? വരുവോളം അങ്ങനെ വിളിച്ചോ? അത് മോശമായി. ഏട്ടാ, അമ്പലത്തിൽ പോണ്ടേ? സമയം വൈകി. മിണ്ടരുത്, ഞാൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. എന്റെ കൊച്ചുണ്ണേട്ടാ, കണ്ടില്ലേ ഇത്? എന്നെ വിളിച്ചു. ഒരു മിനിറ്റ്.
ഓ ഇയാളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അയാളും മൊബൈലില്ല. ആ പോയോ? ആ ആ ആ, ഇടിച്ചു ഇടിച്ചു ബൂം. കൊച്ചുണ്ണി, ഞാൻ സിനിമാ നടി രാധികനെ ഇവിടെ കൊണ്ടുവരും. സിനിമ നടി രാധികയോ? നിങ്ങൾ ഈ മൊബൈലിൽ എപ്പോഴും തോണ്ടിയിരുന്നോ? ആ ശരിക്കും വരുമോ? വരും. രാധിക നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണിയുടെ അനിയത്തിയ. രാധിക സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ? രാധിക ചെറുപ്പകാലത്ത് എന്തായിരുന്നു ഭംഗി! ആ ചെറിയ റോളാണെങ്കിലും ലാലേട്ടന്റെ കൂടെയാണ് അവർ അഭിനയിച്ചത്. എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് രാധികയോട് ക്രഷായിരുന്നു. കൊച്ചുണ്ണി, നീ ആരോടും പറയണ്ട, എനിക്കും ക്രഷായി. ഹായ്. അല്ല സെക്രട്ടറി, നിങ്ങൾ ഈ മൊബൈലിൽ ഫുൾ ടൈം ഗെയിം കളിക്കുക? പ്രസിഡന്റിനെ ഇതിന്റെ രസം അറിയാഞ്ഞേട്ടാ. സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു. അവരെ അനിയത്തി രാധിക ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ പടന്ന് കേക്കുന്നുണ്ട്. ഇയാൾക്ക് എന്ത് രാധിക ഗെയിം ഉള്ളപ്പോ? ശരിക്കും രാധിക വരുമോ കിട്ടുന്നേട്ടാ? വരും കൊച്ചുണ്ണി. വെറുതെ തള്ളല്ലേ. നിങ്ങൾക്കൊന്നും കിട്ടുന്നേട്ടന് ഒരു വിലയില്ല. വവ്വേ. ഇതാ നമ്മുടെ സിനിമാ നടി രാധിക വരുന്നു. വരില്ലേ നീ വരില്ലേ കാവ്യപൂജാ ബിംബമേ, നിലാവായി നീലരാവിൽ നിൽപ്പൂ മോഹം ഞാൻ. ഹലോ, ഈ കിട്ടുന്നേട്ടൻ പറഞ്ഞല്ലേ സിനിമാ നടി രാധികനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. അയ്യേ, കിട്ടുണ്ണേട്ടൻ പറഞ്ഞിട്ടൊന്നല്ല രാധിക ഇവിടെ വന്നത്. നമ്പൂരിനെ കാണാനാ. ആര്? അസോസിയേഷൻ സെക്രട്ടറിനെ കാണാനാ? അതെ, ഞാൻ നമ്പൂതിരിയെ കൊണ്ട് ഒരു പൂജ ഏൽപ്പിക്കാൻ വന്നതാ. ഓ, നമ്പൂരിനെ കാണാനാ? അയാളെ വീട്ടിലാ. ആരത്? നമ്മുടെ സിനിമാ നടി രാധികയോ? അതെ, രാധികയാണ്. എന്തിനാ ഇവിടേക്ക് വന്നത്? നമ്പൂതിരിയെ കാണാൻ വന്നതാ, ഒരു പൂജ ഏൽപ്പിക്കാൻ. അയ്യോ, എന്തിനാ അവിടെ പുറത്ത് നിക്കണേ? ഇങ്ങോട്ട് കേറിയിരിക്കാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ശരി, ഏട്ടനെ ഇപ്പൊ വിളിക്കാട്ടോ. ഹായ്, ഇത് സിനിമാ നടി രാധികയല്ലേ? ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്താ വേണ്ടത്? ഒരു ഗണപതി ഹോമവും ഭഗവത് സേവയും തിരുമേനി കഴിക്കണം. അതിനിപ്പോ എന്താ വിരോധം? ഒക്കെ ഞാൻ കഴിച്ചുതരാം. കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. തിരുമേനിയുടെ നമ്പർ തരുമോ? ഗൂഗിൾ പേയിൽ കാശ് ധാരാളമായിട്ട് ജിപേ ചെയ്തോളൂ. തിരുമേനിയുടെ നമ്പറാണോ? അത് ഞാൻ തരാം. അത് മെമ്പർ അമ്മണി തരും. അപ്പൊ ശരിട്ടോ തിരുമേനി, പോയിട്ട് വരാം. ആ, കാണാം. സന്തോഷായിട്ടാ. വരില്ലേ നീ വരില്ലേ കാവ്യപൂജാ ബിംബമേ. അല്ല പ്രസിഡന്റ്, നമ്മളെ സിനിമാ നടി രാധിക ഇവിടെ വന്നു കേട്ടല്ലോ. നിങ്ങൾ ബോധം കെട്ട് കൊച്ചുണ്ണിയേട്ടനെ എടുത്ത് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കേട്ടു. നാട്ടിലൊക്കെ പാട്ടായിട്ടോ. ഞങ്ങളിപ്പോ ഫ്രണ്ട്സായി ബാബുട്ടാ. രാധിക എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. കൊച്ചുണ്ണിയേട്ടാ, ഇങ്ങനെയൊക്കെ ആയാ മതിയോ? ഇവിടെ പ്രസിഡന്റിനെ കണ്ട് പഠിക്ക്. പ്രസിഡന്റ് പുലിയാണ്. പുലിയല്ല, സിംഹം. അതാണ് നമ്മളെ കിട്ടുണ്ണിയേട്ടൻ. ചേട്ടാ, മൊബൈലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. പറയുമ്പോഴേക്കാണല്ലോ രാധികയുടെ മെസ്സേജ് വന്ന്. ബാബുട്ടാ, ഇതാ കൊച്ചുണ്ണിയേട്ടനൊന്ന് വായിച്ച് കളിപ്പിച്ചു കൊടുക്കും. നമ്മളെയൊന്നും ആർക്കും ഒരു വിലയില്ല. എന്നോട് ആരോട് പറഞ്ഞു എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് ചെയ്യാൻ? ഇനി മേലാൽ എന്നെ ശല്യം ചെയ്താൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് ചെയ്യും. എന്തായിരുന്നു തള്ളേ കിട്ടുന്നേട്ടാ? മലപ്പുറം കത്തി, വാള്, വടിവാള്, എന്തായി? എല്ലാം പോയി. അതേ, പവനായി ശവമായി. ചേട്ടാ, ഇന്നത്തെ കാലം മഹാപെശകാട്ടോ. ഈ വയസ്സാം കാലത്ത് ജയിലിൽ ചെന്ന് കിടക്കണോ? ഒരു രാധിക വന്നിരിക്കണം. ഇവൾക്ക് എന്താ അഭിനയിക്കാൻ അറിയാം? വലിയൊരു സിനിമാ നടിയായിട്ട്.
അല്ല ബാബുട്ട, ഇയാൾക്ക് എങ്ങനെ സിനിമാ നടിയുടെ നമ്പർ കിട്ടി? അയാള് നമ്പൂരിനെ സോപ്പിട്ട് മേടിച്ചതാ. അന്ന് പൂജയ്ക്ക് വേണ്ടിട്ട് അവര് നമ്പൂരിന്റെ വീട്ടില് വന്നിരുന്നില്ലേ? ഓ അങ്ങനെ. ഏയ് മൊബൈൽ ഉണ്ടാവുകൊണ്ട് നേരം പോകുന്നുണ്ട്. സെക്രട്ടറി, ഫ്രീ കിട്ടിയ മൊബൈലൊക്കെ തിരിച്ചേൽപ്പിക്കാനേ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ തരൂ. എന്റെ മൊബൈല് ഞാൻ തരില്ല. സെക്രട്ടറി വെറുതെ കളിക്കരുത്, മര്യാദയ്ക്ക് ആ മൊബൈൽ തരൂ. എന്റെ മൊബൈൽ കൊണ്ടുപോകുന്ന മരപ്പെട്ടി. മരപ്പെട്ടി ഞാനല്ല, അത് നിങ്ങളുടെ പ്രസിഡന്റ് ആണ്. ഒരു സെക്രട്ടറിയും പ്രസിഡന്റും വന്നിട്ടുണ്ട് ഇവിടെ. ചേട്ടാ, വീഡിയോ കണ്ടൊക്കെ മതി. ആ മൊബൈൽ തന്നെ ഫ്രീ കിട്ടിയ മൊബൈലൊക്കെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീഡിയോ കാണണം, ഞാൻ മൊബൈൽ തരില്ല. ചേട്ടാ, ഈ വയസ്സാം കാലത്ത് വെറുതെ ജയിലിൽ പോയി കിടക്കാൻ നോക്കണ്ട. ആകെ പ്രശ്നമായിട്ടുണ്ട്. ആ സിനിമാ നടി നേരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ആ പ്രസിഡന്റിനെതിരെ. പിന്നെ പഞ്ചായത്തിൽ നിന്ന് അവർ വിളിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞാൽ എന്താ അറിയോ, ഈ മൊബൈലൊക്കെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആകെ പ്രശ്നമാണ്. വെറുതെ പണിയാക്കൂട്ടത് പേ മൊബൈലൊന്നും. ഇത് പിടിച്ച മൊബൈല് ഇനി എങ്ങനെ ഞങ്ങൾ ഈ സീരിയലൊക്കെ കാണും? ചേട്ടാ അങ്ങനെ ചിരിക്കാതെ വാ, ഹോസ്പിറ്റലിലേക്ക് പോ. ഓ ഇത് മനുഷ്യന് പണിയായി. ചേട്ടാ വന്നേ, കളിക്കാതെ വന്നേ. ചേട്ടാ വന്നേ, കളിക്കാതെ. എന്തൊക്കെ ബഹളായിരുന്നു. ഞാൻ അന്നേ മീറ്റിങ്ങിൽ പറഞ്ഞതാ ഈ വയസ്സായ ആൾക്കാർക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ ആരും മൈൻഡ് ചെയ്തില്ല. ശരിയാണത്. ഇവിടെ ഒരാളെ ഫുൾ ടൈം ജോലിക്ക് പോവാതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കലായിരുന്നു. ഈ മൊബൈൽ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ഇട്ടുണ്ണിയേട്ടൻ വീണു. അവിടെ വീട്ടിലാണെങ്കിലോ അച്ഛൻ മൊബൈൽ വെച്ചിട്ട് ഫുൾ ടൈം സാധനങ്ങൾ ഓർഡർ ചെയ്യായിരുന്നു. അച്ഛനെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങി. ഇതാ അപ്പൊ കൊച്ചുണ്ണിയേട്ടന് ഭ്രാന്തുമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. എന്താ ചെയ്യാ?